അവർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയല്ല ആദിവാസികളാണ് അവിടെ തടഞ്ഞത്. ഇത് സത്യത്തിൽ ബോധ്യമായത് കൊണ്ടാണ്. ഇത് എങ്ങനെ കണ്ണു ചിമ്പിയാലാണ് ഈ സത്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കുക എന്നുള്ളത്. ഇത് ഇത്രയും ജനങ്ങൾ ഇത് കണ്ടിരിക്കല്ലേ. ഞാൻ ചോദിക്കട്ടെ, 300 ആദിവാസികളുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു 100ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ITDP ഉദ്യോഗസ്ഥന്മാരുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഡെപ്യൂട്ടി കളക്ടർ ഇരിക്കുന്നുണ്ട്. സത്യസന്ധമായ നറുക്കെടുപ്പാണെങ്കിൽ എന്തുകൊണ്ട് ആദിവാസികളെ അവിടുന്ന് മാറ്റിയിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് അവർക്ക് നറുക്ക് തുടർന്നുകൂടാ? ഇത് വെള്ളരിക്കപ്പെട്ടെന്നല്ലല്ലോ. ഞങ്ങൾ പോയി നിർത്താൻ പറയുമ്പോഴേക്ക് നിർത്താനും ഇത്രയും വലിയൊരു ഗവൺമെന്റ് പദ്ധതികൾ അവർ നിർത്തി വെക്കണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് ഈ ആളുകൾക്ക് ഊഹിച്ചാലും മനസ്സിലായിക്കൂടെ? ഇത്രയും കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിയിൽ കളങ്കമില്ലെങ്കിൽ എന്തുകൊണ്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് ഇത് ശരി, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ഇതാണ് സത്യം എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അവർക്ക് എന്തുകൊണ്ട് ഈ നടത്തി തുടർന്ന് ആദിവാസികൾക്ക് കൊടുത്തുകൂടാ? ഇവിടെ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു പേര് ഇപ്പൊ AKSന്റെ ഒരു പത്രപ്രസ്താവന വായിച്ചപ്പോഴാണ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അവർ കൊടുത്തിട്ടുള്ളത് 417 കുടുംബങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ഈ 417 കുടുംബങ്ങൾ ജനങ്ങൾ കേൾക്കുമ്പോ 417 കുടുംബങ്ങൾക്കാണ് അവിടെ നമ്മൾ മുടക്കം വരുത്തുന്നത്. ഈ 417 കുടുംബങ്ങളിൽ ഒരു അർഹത എന്ന് പറഞ്ഞ കണ്ടെത്തിയവർ എത്ര ആളുണ്ട് എന്ന് എടുത്ത് പറയുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഈ മനുഷ്യരെ കണ്ണിൽ ഒരു പൊടിയിടാൻ നടക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാൾക്ക് കൊടുത്തെങ്കിൽ അത് സത്യസന്ധമായിട്ട് ഞങ്ങൾ ഒരാൾക്ക് കൊടുത്തു എന്നുള്ളത് ഇവർക്ക് പറയാലോ. ആ നോട്ടീസിൽ പോലും ഇത്ര ഫ്രോഡാണുള്ളത്, ഇത്ര കുടുംബങ്ങളെയാണ് ഞങ്ങൾക്ക് അനുകൂലമില്ലാത്തവരെ വിമർശിക്കും, അതിനെതിരായിട്ട് ഞങ്ങൾ ചെയ്യും. കാരണം നമുക്ക് അനുകൂലം ഇല്ലെങ്കിൽ പിന്നെ ഇവരൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമല്ലല്ലോ. ഞങ്ങൾ 2005 15 നിലപാടെടുത്ത ആൾക്കാരാണ്. ഇതേ നിലപാടെടുത്ത ആൾക്കാരാണ്. കാരണം ഞങ്ങൾ നടന്നിട്ട് ഞങ്ങൾ പറയുന്നതൊന്നും ആൾക്കാർ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് നേതാക്കന്മാര് കേൾക്കാഞ്ഞിട്ട് തിരിച്ച നിലപാടെടുത്ത ഞങ്ങളിപ്പോ ഈ 26 തിരിച്ച നിലപാട് ഞങ്ങൾ എടുക്കും. അതാണ് ഞങ്ങളെ നിലപാട്. നമുക്കിപ്പോ ആരധികാരത്തിൽ വന്നോന്നല്ല, ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അത് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്കിപ്പോ ആരധികാരത്തിൽ വന്നോന്നല്ല, ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ വരെക്കെതിരെ ചെയ്യാൻ കഴിയും. ഞങ്ങളെ വേണ്ടാത്ത സർക്കാരും ഞങ്ങളെ വേണ്ടാത്ത നേതാക്കന്മാർക്കും ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് ഞങ്ങളെ ഈ ചെറിയൊരു രീതി വെച്ചിട്ട് അത് ഞങ്ങൾ ചെയ്യും. നമുക്കിപ്പോ ഈ കേരളത്തില് പോയിട്ട് 14 ജില്ലയിലും പോയിട്ട് എന്താണോ ഇനി അടുത്ത ദിവസം അധികാരത്തിൽ വരാൻ പാടില്ലാതെ പറയാനുള്ള ശേഷിയും കഴിവും സംഘടന ശക്തിയൊന്നുമില്ല. നമ്മുടെ ഈ ചെറിയ ജില്ലയിലെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കും.